ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഷോർട്ട് വീഡിയോസിനെ കുറിച്ചാണ് വീണ്ടും ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ഈ ഷോർട്ട് വീഡിയോസിനെ കുറിച്ചൊക്കെ ഒരുപാട് ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. വീണ്ടും ഈ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു എന്ന് തോന്നരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് തീരെ യൂട്യൂബിനെ കുറിച്ച് അറിയാത്തവരെ പറ്റിയിട്ടൊക്കെ നമുക്കിങ്ങനെ കൂടുതൽ അറിയാൻ പറ്റുന്നത്. അതുവരേക്കും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് പുറത്തുള്ളവർക്ക് അറിയുക എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ അടിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ. നിങ്ങൾ യൂട്യൂബിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഷോർട്ട് വീഡിയോസിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്ന ഒരു ഓപ്ഷൻ റിലേറ്റഡ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. പലരും അത് ഒഴിവാക്കുന്നുണ്ട്. ചിലർ അത് അതിന്റെ ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ, മറ്റു ചിലർ എന്താണ് ഈ റിലേറ്റഡ് വീഡിയോസ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് അവിടെ ഒരു വീഡിയോസ് കാണിക്കാം, ഒരു പ്ലേ ബട്ടൺ കാണാം നിങ്ങൾക്ക് അവിടെ. ആ ബട്ടണിൽ ഞെക്കിയാൽ മറ്റൊരു വീഡിയോസിന്റെ ലിങ്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. അവിടെ ഞെക്കിയാൽ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോസ് കാണാൻ കഴിയും. മറ്റൊരു മുഴുവൻ വീഡിയോസ് കാണാൻ കഴിയും എന്നുള്ളതാണ്. ചിലരുടെ ചാനലൊക്കെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയെങ്കിൽ അതിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഇവർ റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് വീണ്ടും മറ്റൊരു ഷോർട്ട് വീഡിയോസ് തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഷോർട്ട് വീഡിയോസ് കാണുമ്പോൾ വീണ്ടും ആ റിലേറ്റഡ് വീഡിയോസ് എന്ന് ഞെക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഷോർട്ട് വീഡിയോസ് ആണ് കാണാൻ കഴിയുക. പ്രിയപ്പെട്ടവർ, അത് നിങ്ങൾ തീർച്ചയായിട്ടും മെയിൻ വീഡിയോസിന് വേണ്ടി ഉപയോഗിക്കൂ എന്നാണ്. ഷോർട്ട് വീഡിയോസ് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ മെയിൻ വീഡിയോസ് നിങ്ങൾ കൊടുക്കുക. കാരണം മെയിൻ വീഡിയോസ് ആണ് അതിൽ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മളിൽ 6 ഷോർട്സ് ഇട്ട് കഴിഞ്ഞാലും 1K 2K ഒന്നും ഇപ്പോൾ ഒരു വിഷയമല്ലാത്ത അവസ്ഥയാണ്. 1K 2K ഒക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ്. ഓക്കെ, നേരെ മറിച്ച് ഒരു 1K 2K എന്ന് മെയിൻ വീഡിയോസിൽ നമുക്ക് പലർക്കും കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. കാരണം നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള സബ് വേണം. ഷോർട്സിൽ നിന്ന് നമുക്ക് കിട്ടിയ സബിലേക്ക് ഈ ഒരു മെയിൻ വീഡിയോസിന്റെ റെക്കമെൻഡേഷൻ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. കാരണം നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോസ് കണ്ട് സബ് ചെയ്തവരിലേക്കാണ് ആദ്യം നമ്മുടെ മെയിൻ വീഡിയോസ് റെക്കമെൻഡേഷൻ ആയിട്ട് പോകുന്നത്. അത്തരത്തിൽ നമ്മൾ എങ്ങനെയാണെന്നാണ് നമ്മൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ലിങ്കുകൾ ഓവറായിട്ട് എവിടെയും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യരുത്. പിന്നെ എന്താ പറയുക, എക്സ്റ്റേണൽ ഇന്റേണൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ഞാൻ ഇതിനു മുന്നേ ഞാൻ എന്റെ വീഡിയോസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റേണൽ റെക്കമെൻഡേഷൻ, ഇന്റേണൽ റെക്കമെൻഡേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമായി നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ യൂട്യൂബിന്റെ പണി എടുക്കട്ടെ. അവരുടെ പണിയെല്ലാം നിലച്ചു എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതേപോലെ ലിങ്കുകളൊക്കെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് പേസ്റ്റ് ഒക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അല്ലാതെ ആരോ ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മുടെ ലിങ്കുകളെല്ലാം കൊണ്ടുപോയിട്ട് ഒരു സൈറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയല്ല കേട്ടോ. അത് പൊന്തിച്ച് ആരും വരേണ്ട. സൈറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് വളരെ വളരെ അപകടം തന്നെയാണ് ചെയ്യുക. ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ നിങ്ങൾ കേട്ടോ. ഫോൺ സൈറ്റുകൾ പോലെയുള്ള സൈറ്റുകളിലേക്ക് നിങ്ങളുടെ വീഡിയോസ് പോകാനും പല അപകടങ്ങളും ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ പ്രിയപ്പെട്ടവരെ, അപ്പൊ എനിക്ക് ഈ ഒരു ഓപ്ഷൻ റിലേറ്റഡ് വീഡിയോസ് എന്നുള്ള ഓപ്ഷനെ കുറിച്ചാണ്. എന്താണ് റിലേറ്റഡ് വീഡിയോസ്? നമ്മളിതാ ഈ കാണുന്ന പോലെ റിലേറ്റഡ് വീഡിയോസ് എന്നുള്ളത് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വീഡിയോസിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇങ്ങനെ ഏത് വീഡിയോസിന്റെ ലിങ്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഇതാണ് റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഞെക്കിയാൽ ഇവിടെ കാണുന്നത് കണ്ടില്ലേ, ഓരോ ഓപ്ഷനുകളും ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മെയ്ഡ് ഫോർ കിഡ്സ്. ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ റിലേറ്റഡ് വീഡിയോ. ഈ റിലേറ്റഡ് വീഡിയോസ് ഉള്ളത് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ എൻ്റെ ഏത് വീഡിയോസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. കാണിച്ചു തരാം. ഓക്കെ, ഈ റിലേറ്റഡ് വീഡിയോസ് എന്നുള്ളത് ഞാൻ ഞെക്കിക്കഴിഞ്ഞാൽ ഏത് വീഡിയോസും കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഇങ്ങനെ ഞെക്കിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ സേവ് എന്നടിക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അവിടെ അതിൻ്റെ ഇനിയൊന്ന് നമുക്ക് മറ്റൊരു ചാനലിൽ ചെന്നുകൊണ്ട് നമ്മുടെ ഇതൊന്ന് കണ്ടു നോക്കാം. പറയാം. ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ കണ്ടില്ലേ 2-3 മൊബൈൽ വെച്ച് നമുക്ക് വേറെ ചാനലിൽ നിന്നാണ് ഞാൻ നോക്കാം. 2-3 മൊബൈൽ വെച്ച് കാണും. ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ചാനലിലേക്ക് ഒരിക്കൽ സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളോട് പല നിങ്ങൾ കൊടുക്കേണ്ട മെയിൻ വീഡിയോസിന്റെ ലിങ്കാണ്. ഇനി ഞാൻ ഇതിന്റെ ഒരു കാര്യം പറയട്ടെ. പലപ്പോഴും നിങ്ങളുടെ വീഡിയോസിൽ ഒരു വീഡിയോസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ
ആ വീഡിയോസിന്റെ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഭയങ്കരമായിട്ട് വ്യൂസ് കിട്ടിയിരുന്ന ഒരു വീഡിയോസിൻ്റെതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ഒക്കെ ഊർജ്ജം കാണും. കാരണം ഈ ഒരു ഷോർട്സിന്റെ ഒരു തള്ളലും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ വീഡിയോസ് വീണ്ടും ഉയരും. അത് കാരണം നിങ്ങൾക്ക് വാച്ചിങ് അവർ പെട്ടെന്ന് കൂട്ടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഏത് വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾ ഒഴിഞ്ഞിരിക്കുകയാണോ, അപ്പോൾ പഴയ വീഡിയോ ഇപ്പോൾ ഇന്ന് ഇടാൻ കണ്ടന്റ് ഒന്നുമില്ല, അങ്ങനെയുള്ള സമയത്ത് നിങ്ങളൊരു ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ ചെയ്യേണ്ട പരിപാടി എന്താണ്, ഈ റിലേറ്റഡ് വീഡിയോസ് എന്നുള്ളത് പഴയ ഏതെങ്കിലും മെയിൻ വീഡിയോസിന്റെയോ പുതിയ ഏതെങ്കിലും മെയിൻ വീഡിയോസിന്റെയോ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ വീഡിയോസ് ആയി റിലേറ്റഡ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം അപ്പോൾ അവിടെ എന്ത് നടക്കുകയാണ്, നമ്മുടെ മെയിൻ വീഡിയോസും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചാനലിലെ ട്രാഫിക് നിലക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മെയിൻ വീഡിയോസും പലരും വന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ചാനലിന്റെ ചലനം നിലക്കാതിരിക്കുമ്പോൾ ട്രാഫിക് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു റിലേറ്റഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ആരും തന്നെ, പ്രത്യേകിച്ച് പുതുതായി വരുന്നവർ ഈ ഒരു ഓപ്ഷൻ മറക്കരുത്. ഈ ഒരു ഓപ്ഷന്റെ ഉപയോഗം ഇതാണ് എന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നതിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിന്ന് തോന്നി ഈ ഒരൊറ്റ കാര്യം മാത്രം വെച്ചുകൊണ്ടിരുന്നൊരു വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. കാരണം ഇപ്പൊ ഷോർട്സിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ 2 ദിവസമായിട്ട് ചെറിയ ഷോർട്സിലൊക്കെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. പണ്ടില്ലാത്തതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ പലരുടെയും വീഡിയോയുടെ ഓഡിയോ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കുക. ആഡ് സോങ്സ് എന്ന് മുകളിൽ കാണുമ്പോൾ, വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആഡ് സോങ്സ് എന്ന് കാണില്ല, ആഡ് മ്യൂസിക് എന്ന് കാണുന്ന അവിടെ ലൈബ്രറിയിൽ നിന്നും മാത്രം സോങ്സ് എടുക്കുന്നവർക്ക് ഈ ഒരു പ്രോബ്ലമേ ഇല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ കണ്ട ആ വീഡിയോയുടെ നിയമം എന്താണ്, ആ വീഡിയോയുടെ എന്താ പറയുക, ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ വീഡിയോയിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓഡിയോ അവർക്ക് എവിടുന്ന് കിട്ടി എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാതെ ആ ഒരു സോങ്സ് ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇത്. തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങളും മറ്റും മറ്റൊരു വീഡിയോസിൽ പറയാം. ഇപ്പൊ ഈ ഒരു ഓപ്ഷൻ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, റിലേറ്റഡ് വീഡിയോസ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരുന്ന ഒരു ഓപ്ഷനാണ്, എല്ലാ ഓപ്ഷനും പോലെ ഈ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. ഇതിൽ മെയിൻ വീഡിയോസ് മാക്സിമം നിങ്ങൾ മെയിൻ വീഡിയോസ് റിലേറ്റഡ് വീഡിയോസ് ആയി കൊടുക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോസ്, ഒരു ഷോർട്സ് നിങ്ങളത് വൈറലായാൽ, ഒരു 100K പോയാൽ, 1,00,000 പേര് കണ്ടാൽ, 10,000 പേരെങ്കിലും നമ്മുടെ മെയിൻ വീഡിയോസ് കണ്ടാലോ, ഈ 10,000 പേര് മെയിൻ വീഡിയോസ് കാണുമ്പോൾ ആ 10,000 പേരല്ല നമ്മുടെ മെയിൻ വീഡിയോസ് കാണുന്നത്. അതുമൂലം വീണ്ടും ഇത് നടക്കുകയാണ് അവിടെ. അതുമൂലം വീണ്ടും റെക്കമെൻഡേഷൻ പോവുകയാണ് ആ വീഡിയോ ഇളകി തുടങ്ങുമ്പോൾ. അപ്പൊ ഇത്തരത്തിൽ ഷോർട്സ് ഒക്കെ ദിവസവും 1-2 ഷോർട്സ് ഒക്കെ ഇടുന്ന ആളുകളുണ്ട് ദിവസവും. അവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ മെയിൻ വീഡിയോസിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, കിടിലൻ മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.